ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ ചാനലെല്ലാം തുടങ്ങി 5 റെക്കോർഡൊക്കെ നമുക്ക് കിട്ടി. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഒരു ട്യൂട്ടോറിയൽ ചെയ്യണം ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ. അപ്പം നമുക്ക് സമയമൊന്നും ആയില്ല, പിന്നെ നമ്മുടെ സൗണ്ടിനൊന്നും ക്ലിയർ ആയിട്ട് ഇപ്പോഴും വന്നിട്ടില്ല. എന്നാലും എല്ലാവരും പറഞ്ഞു ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് പെട്ടെന്ന് ഈ സമയത്ത് നമ്മൾ ട്യൂട്ടോറിയൽ വീഡിയോ ഇടുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ധാരാളം ഫോണ്ടുകൾ ഇതെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും പോയി കാണാം. അപ്പോൾ നമ്മൾ എങ്ങനെ ഹാൻഡ് റൈറ്റിംഗ് ഡെവലപ്പ് ചെയ്യാം, അതിന് കുറച്ച് സ്റ്റെപ്പുകൾ ചെയ്താൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഹാൻഡ് റൈറ്റിംഗ് പെട്ടെന്ന് തന്നെ, അതിന് വർഷങ്ങളോ മാസങ്ങളോ വേണ്ട, ചിലപ്പോൾ ആഴ്ചകളോ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഹാൻഡ് റൈറ്റിംഗ് ഡെവലപ്പ് ചെയ്യാം. അതിനുവേണ്ടി ടൈം കളയുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ ഇരിക്കുന്ന രീതി എപ്പോഴും നിവർന്നേ ഇരിക്കാവുള്ളൂ, വളഞ്ഞു കൊറ്റി ഇരിക്കല്. ഡെസ്ക് എപ്പോഴും അടുപ്പിച്ച് വെക്കുക, എന്നിട്ട് വേണം നമ്മൾ എഴുതാൻ തുടങ്ങാൻ. അടുത്തതായി നമ്മൾ എങ്ങനെ ബുക്ക് പിടിക്കേണ്ട രീതി, നമ്മൾ എഴുതുമ്പോൾ റൈറ്റ് ഹാൻഡ് ആയ ഒരു വ്യക്തി എപ്പോഴും ലെഫ്റ്റ് സൈഡിലോട്ട് ബുക്ക് തിരിച്ച് വെക്കുക, എന്നിട്ട് വേണം എഴുതാൻ. ഇനി ലെഫ്റ്റ് ഹാൻഡ് ആയ ഒരു വ്യക്തി എപ്പോഴും റൈറ്റ് സൈഡിലോട്ട് ഇച്ചിരി ബുക്ക് തിരിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും നല്ല രീതിയിൽ ബുക്കിൻ്റെ പൊസിഷൻ ഇരിക്കേണ്ടത്. അടുത്തതെന്ന് പറയുന്നത് നല്ലൊരു പേന ആയിരിക്കണം. അതുപോലെ നമുക്ക് കംഫർട്ടബിളായ പേന ആയിരിക്കണം. 3 രൂപയുടെ പേനയുണ്ട്, 5 രൂപയുടെ പേന, 10 രൂപയുടെ പേന, ഏത് പേന ആയിക്കോട്ടെ. നമുക്ക് ഏറ്റവും കൂടുതൽ കൈ വഴങ്ങി തരുന്ന പേന കൊണ്ട് എഴുതുക. പിന്നെ നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് പഠിക്കുമ്പോൾ ഒരിക്കലും പുതിയൊരു പേന കൊണ്ട് എഴുതാതെ പകുതി മഷിയുള്ള പേന കൊണ്ടായിരിക്കണം എഴുതുക. അപ്പം തന്നെ നമുക്കത് എഴുതാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ അടുത്തതെന്ന് പറയുന്നത് ഹാൻഡ് റൈറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ബുക്കുകൾ. അത് 2 വരെ 4 വരെ, ആ 2 ബുക്കുകളാണ് ഏറ്റവും നല്ല രീതിയിൽ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ഇനി ഒരു പക്ഷേ നമുക്ക് 2 വരെ 4 വരെ ഇല്ലെങ്കിൽ വരയിടാത്തൊരു ബുക്കുണ്ട്, അത് 2 വരെ 4 വരെ വരച്ച് എന്നിട്ട് നമുക്ക് പെൻസിൽ കൊണ്ട് എഴുതി മാച്ച് കളഞ്ഞ് അത് എഴുതി പഠിക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഹാൻഡ് റൈറ്റിങ്ങിന് പേനയും ബുക്കും എല്ലാം റെഡിയാക്കി. ഇനി നമ്മൾ എഴുതേണ്ടത് സാധാരണ ABCD ഒന്നുമല്ല, നമ്മൾ മലയാള അക്ഷരങ്ങളാണ് എഴുതേണ്ടത്. അതാണ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഉരുട്ടി എഴുതാൻ സാധിക്കുകയുള്ളൂ. അത് വെച്ച് എഴുതിയാൽ നമുക്ക് ഏത് അക്ഷരവും, മലയാളം ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, എന്തും നമുക്ക് ഉരുട്ടി എഴുതാൻ സാധിക്കും. അപ്പോൾ ആ മുതൽ റാ വരെ നിങ്ങൾ അങ്ങോട്ട് എഴുതുക. ഒരു വട്ടമല്ല, പിന്നെ അടുത്ത് 2ാമത് വട്ടവും 3ാമത് വട്ടവും, അങ്ങനെ എത്ര വട്ടവും നിങ്ങൾ എഴുതുക. അതെല്ലാം സമയം എടുത്ത് എഴുതാവുള്ളൂ, പെട്ടെന്ന് എഴുതല്. അങ്ങനെ 3-4 വട്ടം എഴുതിയ ശേഷം പിന്നെ നിങ്ങൾ എഴുതുമ്പോൾ ഒരു ടൈം വെച്ചിട്ട് വീണ്ടും എഴുതാൻ തുടങ്ങുക. അപ്പോൾ ഇച്ചിരി സ്പീഡിൽ എഴുതുക, അത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അക്ഷരങ്ങളെല്ലാം ഇച്ചിരി കൂടെ ഉരുട്ടി എഴുതാൻ സാധിക്കും. ഇനി അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ ഇനി ഒരു പേജ് കവിയാതെ എന്തെങ്കിലും കഥയോ എഴുതിയ ശേഷം അത് സമയം എടുത്തിട്ട് എഴുതാവുള്ളൂ. പെട്ടെന്നൊന്നും എഴുതി തീർക്കല്. അത് എത്തിയ ശേഷം അടുത്ത പേജിൽ സമയം എടുത്ത് എഴുതുക. അപ്പോൾ നിങ്ങൾ എഴുതിയ അക്ഷരങ്ങളൊന്നും ഉരുട്ടി എഴുതാൻ നിങ്ങൾക്ക് സാധിക്കും. ശേഷം നിങ്ങൾ അടുത്ത തവണ പേജിൽ എഴുതുമ്പോൾ ടൈം വെച്ചിട്ട് എഴുതണം. അത് കഴിഞ്ഞ് അടുത്ത പേജിൽ വീണ്ടും എഴുതുമ്പോൾ ആ ടൈം മറികടക്കാൻ നിങ്ങൾ നോക്കണം. അപ്പോൾ 2-3 വട്ടമൊക്കെ വീണ്ടും എഴുതുമ്പോൾ കൈക്ക് നല്ലോണം വേദനയൊക്കെ അനുഭവപ്പെടും. അപ്പോൾ ഇടയ്ക്ക് വെച്ചൊക്കെ നമ്മൾ നിർത്തും. അപ്പോൾ നമ്മൾ വീണ്ടും എഴുതുമ്പോൾ എപ്പോഴാണോ നിർത്തിയത് അത് നോട്ട് ചെയ്യുക. അത് മറികടന്നിട്ട് നമ്മൾ അടുത്ത് നിർത്താവുള്ളൂ. അങ്ങനെ കുറേ വട്ടം എഴുതി കഴിയുമ്പോൾ നമ്മൾ നിർത്താതെ തന്നെ ഫുൾ എഴുതാൻ സാധിക്കും ഒറ്റയടിക്ക്. അപ്പോൾ അതോടെ തന്നെ നമ്മുടെ അക്ഷരവും ഡെവലപ്പാവും, ഉരുട്ടി എഴുതാൻ സാധിക്കും. ഇതാണ് ഏറ്റവും നല്ല ഐഡിയ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളെല്ലാം തന്നെ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തേ മതിയാവും. കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ രീതിയിൽ തന്നെ ഹാൻഡ് റൈറ്റിംഗ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗ് പല രീതിയിലുള്ള ഫോണ്ടുകൾ ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് പിന്നൊരു വീഡിയോ ആയിട്ട് വരാം. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.